നമ്മളിൽ പല ആളുകളും ഗൾഫിലേക്ക് പോകുന്ന വിമാനത്തിനെ കുറിച്ചും ഗൾഫിലേക്ക് പരിചയമുള്ള ആളുകളെ കാണാൻ പോകുമ്പോഴും ഗൾഫിലേക്കെല്ലാം എന്താ പറയാ എക്സ്പ്ലോറും ചെയ്യാനും പ്രത്യേകിച്ച് UAE അതായത് ദുബായ് പോലത്തെ ഒരു മെയിൻ സിറ്റിയിൽ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ദുബായിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഫുള്ളാവുന്നത്? അതായത് നമുക്കറിയാം ദുബായിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് യാത്രയല്ല, ആ ഫ്ലൈറ്റ് എന്താ പറയുക ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ദുബായിലേക്ക് പോകുന്ന വിമാനം ഫുൾ ആയിരിക്കാൻ കാരണം? അതായത് ചിലപ്പോൾ ദുബായിലേക്ക് പോകുന്ന ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പല ആളുകളും അബുദാബി വഴിയോ അല്ലെങ്കിൽ ഷാർജ വഴി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എമിറേറ്റ് വഴി ദുബായിലേക്ക് എത്തിച്ചേരാറുണ്ട്. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വഴി ട്രാൻസിറ്റ് അടിച്ച് വരാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ദുബായിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ഫുള്ള് നമ്മൾ നോക്കിയാൽ ഒന്ന് പറഞ്ഞാൽ ലാർജ് ഇന്ത്യൻ ഫാമിലി. അതായത് നമുക്കറിയാം, ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിൽ പോകുന്നത്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മള് മില്യൺസ് ഓഫ് ഇന്ത്യൻസ്, അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാര് താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും UAE-ലാണ്. ആ ഒരു UAE-ൽ വർക്ക് ചെയ്യുന്നുണ്ട്. UAE-ൽ ബേസിക്കലി ദുബായിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് കൂടുതൽ വിമാനങ്ങൾ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അതായത് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ആണ് ദുബായിൽ UAE-ൽ താമസിക്കുന്നത്. അതുകൊണ്ട് ലാർജ് നിലവിൽ ഓടുന്ന ഫ്ലൈറ്റിനെല്ലാം നല്ല ഡിമാൻഡ് ഉണ്ട്. അടുത്തത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ആളുകൾ ദുബായിലേക്ക് പോകുന്ന ആളുകൾ അവർ ജോലി തേടിയായിരിക്കും പോകുന്നത്. ഒന്നിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ IT ഫീൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏവിയേഷൻ, അല്ലെങ്കിൽ റീറ്റെയിൽ, അല്ലെങ്കിൽ ഫിറ്റ്നസ്, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങളായിട്ട് പോവായിരിക്കാം. ബിസിനസ് ആയിട്ട് പോവായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടുന്നത് തന്നെ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കറന്റ് വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ മില്യൺസ് ഓഫ് ആളുകൾ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് വിമാനങ്ങൾ നിലവിൽ ആ റൂട്ടിൽ ഓടുന്ന എല്ലാ വിമാനങ്ങളും ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കും. അടുത്തത് വന്ന ടൂറിസം. അതായത് നമ്മൾ UAE എന്ന് പറയുന്ന UAE എന്ന് പറയുന്ന രാജ്യത്താണ് ദുബായ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ആ ദുബായിലെ ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ബുർജ് ഖലീഫ, ദുബായ് മോള്, പിന്നെ ഡെസേർട്ട് സവാരി, ബീച്ചസ്, തീം പാർക്ക്, പിന്നെ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം. അപ്പം ഇതൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്രങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി ദുബായിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഫുൾ ആവാൻ കാരണം. ഇനി അടുത്ത് വന്ന വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രാൻസിറ്റ് ഹബ്ബാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഈവൻ ഓസ്ട്രേലിയയിലേക്കോ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, അല്ലേ? അപ്പൊ ഇപ്പം ഓസ്ട്രേലിയ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കേരളത്തിൽ നിന്ന് ഒരാൾ പോവുകയാണ്, ഒന്നിൽ നിങ്ങൾക്ക് ഡൽഹിയോ മുംബൈയോ ബാംഗ്ലൂരോ വഴി ട്രാൻസിറ്റ് അടിച്ച് പോവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുബായ് അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ട്രാൻസിറ്റ് ചെയ്യും. മിക്കവാറും പല ആളുകളും ദുബായ് വരെയൊക്കെ ട്രാൻസിറ്റ് ചെയ്യും. കാരണം ദുബായിൽ നിന്നാണ് കുറച്ചും കൂടി അത്യാവശ്യം ഫ്ലൈറ്റ് ഉള്ളത്. അപ്പൊ അത് ദുബായ് എന്ന് പറയുന്ന ഒരു മെയിൻ ട്രാൻസിറ്റ് ഹബ്ബായി മാറിയിരിക്കുന്നത്. അതായത് നമുക്ക് ദുബായ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിസിയസ്റ്റ് എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ ഇപ്പം യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും നോർത്ത് അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും വിമാന സർവീസുകൾ ദുബായിൽ നിന്ന് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ആളുകളും ട്രാൻസിറ്റ് പർപ്പസ്, അതായത് ഈ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന ആളുകളെല്ലാം ദുബായിൽ തന്നെ പോകണം എന്നില്ല. അവരെവിടെ ദുബായ് വഴി വേറെ രാജ്യത്തേക്ക് പോകുന്നത്. ദുബായ് വഴി യൂറോപ്പിൽ പോകണമായിരിക്കാം, അല്ലെങ്കിൽ ദുബായ് വഴി യൂറോപ്പിലേക്ക് പോകണമായിരിക്കും, ദുബായ് വഴി അമേരിക്കയിൽ പോകണമായിരിക്കും, അല്ലെങ്കിൽ അതായത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഉള്ളതിനേക്കാൾ വിമാനം നിരക്ക് കുറവായിരിക്കും ദുബായ് വഴി ട്രാൻസിറ്റ് അടിച്ചു പോകുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്ക് പോകുന്ന വിമാനം ഡയറക്റ്റ് വിമാനക്കാലം
എന്താ പറയുക കുറച്ചും കൂടി പൈസ ലോ ബഡ്ജറ്റ് ആയിട്ട് പോകുന്ന ആളുകളുണ്ട്, ദുബായ് വഴി തന്നെ ട്രാൻസിറ്റ് അടിച്ചു പോകും. അടുത്ത് നിന്ന ഫാമിലി വിസിറ്റ്. നമുക്കറിയാം ഇതിനകത്ത് വീഡിയോക്കകത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ദുബായിൽ പല ആളുകളും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പറയുക അവരുടെ ഫാമിലീസും എന്താ പറയുക ഫ്രീക്വന്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്കും വരും. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവർ എന്താ പറയുക നല്ലൊരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തെ അവധി കിട്ടുകയാണെങ്കിൽ അവര് ഇന്ത്യയിൽ വരും. ഇന്ത്യയിൽ വരുന്ന ആളുകൾ അവർക്ക് ജോലി ദുബായിലാണെന്ന് പറഞ്ഞാൽ അവര് അഫ്കോഴ്സ് അവർ ഇവിടുത്തെ ലീവ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലീവ് അല്ലെങ്കിൽ അവിടുത്തെ പർപ്പസ് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും തിരിച്ച് ദുബായിലേക്ക് തന്നെ പോകും. അപ്പം ഫാമിലി വിസിറ്റ്, അതായത് ദുബായിൽ ഹോളിഡേ ഉള്ള ദിവസം അല്ലെങ്കിൽ ഫെസ്റ്റ് നടക്കുന്ന ദിവസം അല്ലെങ്കിൽ വെഡിങ് അല്ലെങ്കിൽ എന്താ പറയുക അതർ ഒക്കേഷൻസ്, അതായത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം എന്താ പറയുക പല ആളുകളും ദുബായിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ദുബായിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ബിസിനസ് ആൻഡ് ട്രേഡ്. നമുക്കറിയാം ദുബായ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഒരു ഇന്റർനാഷണൽ ബിസിനസ് സെന്റർ ഏരിയ ആണ്. അവിടെ പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പല ആളുകളും അവിടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യും, പല ആളുകളും അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, പല ആളുകൾക്കും അവിടെ പ്രൊഫഷണൽ കോഴ്സസ് വരെ അവിടെ അറൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ദുബായ് എന്ന് പറയുന്ന ഒരു ബിസിനസിനും ട്രേഡിനും വികസിതമായിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഇന്റർനാഷണൽ സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വിമാനത്തിനെല്ലാം നല്ല ഡിമാൻഡാണ്. അടുത്ത തന്നെ ഫ്രീക്വന്റ് ആൻഡ് അഫോർഡബിൾ ഫ്ലൈറ്റ്സ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ, കൊളംബോയിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസ് ഉണ്ട്. അപ്പൊ ശ്രീലങ്കൻ എയർലൈൻസ് എക്സ്പെൻസീവ് ആണെങ്കിൽ എന്താ പറയാ കുറച്ച് സമയം എടുത്താലും എന്താ പറയുക തിരുവനന്തപുരത്ത് നിന്ന് ദുബായ് ടു കൊളംബോ അങ്ങനെ പോകുമ്പോൾ കണക്ഷൻ പിടിച്ച് പോകുമ്പോൾ തന്നെ എന്താ പറയുക ഡയറക്ട് ഫ്ലൈറ്റിന്റെ കാലം അത്ര എക്സ്പെൻസീവ് ആയിട്ട് വരില്ല. അതൊപ്പം തന്നെ എന്താ പറയുക മൾട്ടിപ്പിൾ എയർലൈൻസ്, അതൊപ്പം തന്നെ ദുബായിലേക്ക് മൾട്ടിപ്പിൾ എയർലൈൻസും ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ എന്താ പറയാ എമിറേറ്റ്സും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നാണെങ്കിൽ എന്താ പറയുക ഡൽഹി മുംബൈയിൽ നിന്നാണെങ്കിൽ എയർ ഇന്ത്യ വിമാനവും ഇൻഡിഗോ വിമാനം എന്തൊക്കെ പല കൊച്ചി പോലത്തെ പല മേജർ സിറ്റീസിൽ നിന്നും ഇൻഡിഗോ വിമാനം വരെ ദുബായിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനിയുടെ എയർലൈൻസ് ദുബായിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കോമ്പറ്റേറ്റീവ് ഫെയറിലാണ് അത് ചെയ്യുന്നത്. അപ്പം അതായത് ഓരോ ഇടവിട്ട് അപ്പൊ തിരുവനന്തപുരത്താണ് ദുബായിലേക്ക് പോകുന്നത്. ഒരു വിമാനം പോയിട്ട് 12 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ അടുത്ത വിമാനം പോകുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പം ഡൽഹി മുംബൈ അപ്പൊ ഡൽഹിയിൽ നിന്ന് രാവിലെ ദുബായിലേക്ക് പുറപ്പെട്ട വിമാനം ദുബായ് എത്തുന്ന മുമ്പ് തന്നെ അടുത്തൊരു വിമാനം ദുബായിലേക്ക് പോയിരിക്കും. അതാണ് ഷോപ്പിംഗ് ആൻഡ് ലക്ഷറി. ദുബായ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ലക്ഷറി ബാൻഡ്. അതായത് ദുബായിൽ ടാക്സ് ഫ്രണ്ട്ലി, അതായത് ടാക്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ ചിലപ്പം ഇന്ത്യയെക്കാളും വില കുറവിൽ ചിലപ്പം ഇന്ത്യയിൽ വില കൂടുതലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷറി ബാൻഡ് ചിലപ്പോൾ ദുബായിൽ വില കുറവായിരിക്കാം. അതോടൊപ്പം തന്നെ ദുബായിൽ എന്താ പറയാ പല ആളുകളും ആനുവൽ ഷോപ്പിന് വേണ്ടി പോകുന്നുണ്ട്. അതായത് വർഷത്തിന്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനും പിന്നെ അവിടുത്തെ ലക്ഷറി ബാങ്ക്സ്, കാരണം ലക്ഷറി ബാങ്ക്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള കാലം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ദുബായിൽ കിട്ടും. അടുത്തത് എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ട്രാവൽ. ദുബായ് എന്ന് പറയുന്നത് എന്താ പറയുക സ്റ്റുഡൻസ് എന്താ പറയാ ഹയർ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും വേണ്ടി വിസിറ്റ് ചെയ്യും. അതിനൊപ്പം തന്നെ പല ആളുകളും മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയും ദുബായിലേക്ക് യാത്ര ചെയ്യും. അടുത്തത് ലാസ്റ്റ് പോയിന്റ് ഫെസ്റ്റിവൽ ഇവന്റ്സ് ആൻഡ് എന്റർടൈൻമെന്റ്. അതായത് ഇന്റർനാഷണൽ എക്സിബിഷൻ ദുബായിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സിബിഷൻസ് നടക്കും, കോൺസേർട്ട് നടക്കും, പിന്നെ എന്താ പറയുക 14 ഈവന്റ്സ് നടക്കും, കോൺഫറൻസ് നടക്കും, ന്യൂ ഇയർ സെലിബ്രേഷൻസ്, ഇങ്ങനത്തെ പരിപാടികൾ നടക്കും. അവിടെ ഇഷ്ടംപോലെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അവിടെ ഗ്യാദർ. നമുക്കറിയാം മിക്ക സിനിമയുടെയും പ്രൊമോഷൻസ് എന്താ പറയുക ഇന്ത്യയിൽ ചെയ്ത ശേഷം അവർ ഉറപ്പായിട്ടും ദുബായിലും അതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായിട്ട് പറയുകയാണ് ദുബായിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് ഫുൾ ആവാൻ കാരണം എന്ന് പറയുന്നത് ഒന്നാമത് തന്നെ ജോലി സാധ്യത, ടൂറിസം, ബിസിനസ്, ഫാമിലി വിസിറ്റ്, പിന്നെ എന്താ പറയുക ഗ്ലോബൽ കണക്ടിവിറ്റി, പിന്നെ എന്താ പറയുക ഒരു വർഷത്തിൽ നടക്കുന്ന ഈവന്റ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല ദുബായിലേക്ക് പോകുന്ന വിമാനങ്ങളെല്ലാം എന്താ പറയാ ദുബായിലേക്ക് പോകുന്ന വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെല്ലാം ദുബായിൽ തന്നെ ഇറങ്ങണം എന്നില്ല, ദുബായോ അല്ലെങ്കിൽ UAE തന്നെ ഇറങ്ങണമെന്നില്ല. ദുബായ് വഴി ട്രാൻസിറ്റ് അടിച്ച് പോകുന്ന ഇഷ്ടംപോലെ ആളുകളും ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുബായിൽ നിന്ന് എന്താ പറയുക യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഡയറക്ട് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ ദുബായി പോകുന്ന വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്
മെയിനായിട്ട് എന്താ പറയുക എല്ലാവരും അതിലുള്ള ഒരു 100-ൽ 90% ആളുകളും എന്താ പറയാ ദുബായ് വരെ ട്രാൻസിറ്റ് അടിച്ച് പോകാനുള്ള ആളുകളായിരിക്കും. ബാക്കി വരുന്ന 10% ആളുകളായിരിക്കും ദുബായിൽ ഇറങ്ങുക. സോ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.